വർഷം 2006 ജൂലൈ 11. 1000-ഓളം പേരുടെ ജീവിതത്തെ ബാധിച്ച ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നിന് അന്ന് മുംബൈ സാക്ഷ്യം വഹിച്ചു. വെസ്റ്റേൺ ലൈനിലെ സബർബൻ ട്രെയിനുകളുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകളിൽ വൈകുന്നേരം 6:23-നും 6:28-നും ഇടയിൽ 7 ബോംബുകൾ തുടർച്ചയായി പൊട്ടിത്തെറിച്ചു. മുംബൈയുടെ മഹിം, ബാന്ദ്ര, മീര റോഡ്, മാട്ടുങ്ക, ഘാർ, ജോഗേശ്വരി, ബോറിവിലി എന്നീ സ്റ്റേഷനുകളിലാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത്. 2006 മുംബൈ ട്രെയിൻ ബോംബ് സ്ഫോടന പരമ്പര കേസിനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. കാരണമുണ്ട്. 19 വർഷങ്ങൾക്കു ശേഷം ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട 12 പ്രതികളെയും ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ചവരെ പോലും വിട്ടയച്ചിരിക്കുന്നു. മുംബൈയുടെ ജീവനാഡിയായ സബർബൻ റെയിൽവേ കണക്ടിവിറ്റിയെ തകർത്താണ് അന്ന് സ്ഫോടന പരമ്പരകൾ നടത്തിയത്. 189 പേർ കൊല്ലപ്പെട്ടു. 800-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഭീകരാക്രമണം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു. എന്നാൽ 19 വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഈ പ്രതികൾ കുറ്റവിമുക്തരായത്? എന്താണ് ഈ കേസിൻ്റെ പിന്നിലെ കഥ? RDX, അമോണിയം നൈട്രേറ്റ് എന്നിവ ഉപയോഗിച്ച് പ്രഷർ കുക്കറുകളിൽ നിർമ്മിച്ച അതിമാരക ബോംബുകളായിരുന്നു സ്ഫോടനത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഈ ഭീകരാക്രമണത്തിൽ തകർന്നുവെന്ന് തന്നെ പറയാം. ആസൂത്രിതമായിരുന്നു സ്ഫോടനങ്ങളെല്ലാം. ആദ്യം സംശയിച്ചത് ലഷ്കർ-ഇ തൊയ്ബ, സിമി എന്നിവയുമായി ബന്ധപ്പെട്ടവരാണ് ഈ ആക്രമണത്തിന് പിന്നിലാണെന്നാണ്. അന്വേഷണം നടത്തിയത് മഹാരാഷ്ട്ര ആൻറ്റി ടെററിസം സ്ക്വാഡ് ATS ആയിരുന്നു. മഹാരാഷ്ട്ര കൺട്രോളർ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട്, അതായത് MCOCA, UAPA ഇവയ്ക്ക് കീഴിൽ ATSൻ്റെ അന്വേഷണം തകൃതിയായി നടന്നു. 13 പേരെ അറസ്റ്റ് ചെയ്തു. 15 പേർക്ക് വാറന്റ് പ്രഖ്യാപിക്കപ്പെട്ടു. 2009 ഇന്ത്യൻ മുജാഹിദീൻ നേതാവ് സാദിഖ് ഷെയ്ഖ് ഈ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഒരു TV ചാനലിൽ വന്ന് ഏറ്റെടുത്തു. പക്ഷേ ATSൻ്റെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായിരുന്നു ഈ ഏറ്റുപറച്ചിൽ. എന്താണ് ഈ സ്ഫോടനങ്ങളെ ഇത്ര ഭീകരമാക്കിയത്? മുംബൈ ട്രെയിൻ കണക്ടിവിറ്റിയെ തകർത്തു എന്നതാണ് അതിൻ്റെ ഉത്തരം. മുംബൈയുടെ ട്രെയിനുകൾ ദിവസവും 70 ലക്ഷത്തിലധികം ആളുകളാണ് ഉപയോഗിക്കുന്നത്. വൈകുന്നേരത്തെ തിരക്കേറിയ സമയത്ത് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകൾ തന്നെ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്താനായിരുന്നു. 2006 ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് 13 പേരെ അറസ്റ്റ് ചെയ്തത്. 2015 മഹാരാഷ്ട്ര കോടതി 12 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 5 പേർക്ക് വധശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തം തടവും ലഭിച്ചു. ഒരാൾ അബ്ദുൾ വാഹിദ്ദീൻ മുഹമ്മദ് ഷെയ്ഖ് 9 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കുറ്റവിമുക്തനായി. പ്രോസിക്യൂഷൻ 3 പ്രധാന തെളിവുകളെയാണ് വിചാരണക്കിടയിൽ ആശ്രയിച്ചത്. ടാക്സി ഡ്രൈവർമാർ, ട്രെയിനിലെ യാത്രക്കാർ, ബോംബ് നിർമ്മാണം കണ്ടവർ ഇവരടങ്ങുന്ന സാക്ഷികളുടെ മൊഴികൾ, ബോംബുകൾ, ഗൺ, മാപ്പുകൾ, ഇങ്ങനെ വീണ്ടെടുത്ത തെളിവുകൾ, പോലീസിന് മുമ്പാകെ നൽകിയ 11 കുറ്റസമ്മത മൊഴികൾ. എന്നാൽ പ്രതിഭാഗം ഈ തെളിവുകളെ ചോദ്യം ചെയ്തു. കുറ്റസമ്മത മൊഴികൾ പീഡനത്തിലൂടെ നേടിയെടുത്തവയാണെന്നും സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്നും തെളിവുകളുടെ കൈകാര്യം ചെയ്യലിൽ വീഴ്ചകൾ ഉണ്ടായിരുന്നുവെന്നും വാദങ്ങൾ ഉയർന്നു. കമാൽ അൻസാരി, മുഹമ്മദ് ഫൈസൽ ഷെയ്ഖ്, എഹ്തിഷാം സിദ്ദീഖി, നവീദ് ഖാൻ, ആസിഫ് ഖാൻ എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചിരുന്നത്. തൻവീർ അൻസാരി, മുഹമ്മദ് മാജിദ് ഷഫി, ഷെയ്ഖ് മുഹമ്മദ് ആലി, മുഹമ്മദ് സാജിദ് അൻസാരി, മുസമ്മിൽ ഷെയ്ഖ്, സുഹൈൽ ഷെയ്ഖ്, സമീർ ഷെയ്ഖ് എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് വിധിച്ചിരുന്നത്. 2015 ഈ വിധിക്ക് ശേഷം പ്രതികൾ ബോംബെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. 2024 ജൂലൈയിൽ ജസ്റ്റിസ് അനിൽ കിലോർ, ജസ്റ്റിസ് ശ്യാം ചന്ദക എന്നിവരടങ്ങുന്ന ഒരു പ്രത്യേക ബെഞ്ച് ഈ അപ്പീലുകൾ പരിഗണിച്ചു. 2025 ജൂലൈ 21, കൃത്യമായി പറഞ്ഞാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ബോംബെ ഹൈക്കോടതി ആ ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചു. ഈ 12 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ തങ്ങളുടെ കേസ് തെളിയിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് ജസ്റ്റിസ് അനിൽ കിനോറും ജസ്റ്റിസ് ശ്യാം ചന്ദകരും ഒരുമിച്ച് പ്രസ്താവിച്ചു. ഈ വിധി ATSന്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ഒരു വലിയ തിരിച്ചടിയാവുകയാണ്. 19 വർഷത്തിന് ശേഷം ഈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത അപ്പോഴും ബാക്കിയാകുന്നു. 189 പേർ മരണപ്പെട്ട, 800-ലധികം പേർക്ക് പരിക്കേറ്റ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദികൾ ഇനിയും നീതിക്ക് മുന്നിലെത്തിയിട്ടില്ല. ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നീതി ലഭിച്ചിട്ടില്ല.